ചിക്കൻ ഫ്ലാംബെ. അതാണ് നമ്മളുടെ ഡിഷ്. ഇത് വളരെ വ്യത്യസ്തവും രുചികരമായ ഒരു ഐറ്റമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും കെയർഫുൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്ലാംബെ ചെയ്ത് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം വെയിറ്റ് വരുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. അങ്ങനത്തെ 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഈ ബ്രസ്റ്റ് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രസ്റ്റിൽ ഇതുപോലെ കാണുന്ന ഞരമ്പുകളുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് കളയാം. അപ്പോൾ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് ഹാർഡാവാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ശേഷം ഇതിനൊരു സ്റ്റേക്ക് ക്യാമറ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി സ്റ്റേക്ക് ക്യാമറ ഇല്ലെങ്കിൽ പകരം നിങ്ങൾ ഹാർഡായിട്ടുള്ള വെയിറ്റുള്ള എന്ത് വെച്ചാലും ഇതുപോലെ ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മാരിനേഷൻ തയ്യാറാക്കണം. അല്പം സ്പൈസി ആയിട്ട് ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാൻ ഇതിൻ്റെ മാരിനേഷൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു നാരങ്ങ. ഇതെല്ലാം കൂടി പുളി കണക്കാക്കിയിട്ടുള്ള ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബ്രാൻഡിയോ വിസ്കിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒരു 30 ml ഒഴിച്ച ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ആ ചതച്ച് വെച്ച ചിക്കന് ബ്രസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മണിക്കൂറൊന്നും മാരിനേഷൻ പിടിക്കാൻ വെക്കുക. അപ്പോൾ നല്ല ചിക്കനിലേക്ക് മീറ്റിലൂടെയൊക്കെ നന്നായിട്ട് മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ അതിൽ അല്പം എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു 1 സൈഡ് ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമുക്കൊന്ന് മൂടി വെച്ച് വേണമെങ്കിൽ വേവിക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള ലാഡിലെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബ്രാൻഡിയോ വിസ്കിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒരു 30 ml ഒഴിച്ച ശേഷം ഒന്ന് ചൂടാക്കണം. അപ്പോൾ ലിക്കർ ചൂടാകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് തീ പിടിക്കും. അപ്പോൾ ഈ തീ പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ ഇതുപോലെയൊക്കെ ഒന്ന് കത്തിക്കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ആ ലിക്കറിൻ്റെ ഒരു സ്ട്രോങ് ഫ്ലേവർ എല്ലാം കൂടി ആകുമ്പോൾ ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിച്ച് കഴിയുമ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവുന്ന കാണണ്ടേ. അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം കെയർ ഫോർ കിച്ചൺ.